ഹായ് എല്ലാവർക്കും സ്വാഗതം. ആധുനിക രാഷ്ട്രീയ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രകോപനപരവും എന്നാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരാശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചരിത്രമങ്ങ് അവസാനിച്ചാലോ? എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ. കാരണം നമ്മൾ ഒറ്റനോട്ടത്തിൽ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ആഴത്തിലുള്ളൊരു വിഷയമാണിത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ചരിത്രം അവസാനിച്ചു എന്ന് കേൾക്കുമ്പോൾ നാളെ മുതൽ പുതിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, വാർത്തകൾ നിലയ്ക്കും എന്നൊന്നും കരുതരുത്. അതല്ല, അതിനേക്കാൾ വളരെ വലുതും അടിസ്ഥാനപരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഫ്രാൻസിസ് ഫുക്കുയാമയുടെ 1992 പുസ്തകത്തെക്കുറിച്ച് പലർക്കും പറ്റുന്നൊരു തെറ്റിദ്ധാരണയാണിത്. ചരിത്രത്തിന്റെ അവസാനം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ദൈനംദിന സംഭവങ്ങൾ തീർന്നു എന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് മനുഷ്യരാശിക്ക് ഏറ്റവും മികച്ച ഭരണരീതി ഏതാണ് എന്നതിനെക്കുറിച്ചുള്ള വലിയ വലിയ ആശയപരമായ പോരാട്ടങ്ങൾ അവസാനിച്ചു എന്നാണ്. അതായത് ആ വലിയ തർക്കം ഒരു തീരുമാനത്തിലെത്തി എന്ന്. അപ്പോൾ ഈ വലിയ ആശയപരമായ പോരാട്ടങ്ങളുടെ അവസാനം ഏത് ആശയമാണ് വിജയിച്ചത്? ഫുക്കുയാമയുടെ വാദമനുസരിച്ച് ഏതാണ് അന്തിമരൂപം? നമുക്ക് നോക്കാം. ഇതാണ് ആ പുസ്തകത്തിന്റെ കാതൽ. ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ, പാശ്ചാത്യ ഉദാരജനാധിപത്യം അഥവാ വെസ്റ്റേൺ ലിബറൽ ഡെമോക്രസി. അതാണ് മനുഷ്യന്റെ രാഷ്ട്രീയപരമായ പരിണാമത്തിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ്. ഇതിലും മികച്ച ഒരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ഇനി മനുഷ്യന് ചിന്തിക്കാനില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലിബറൽ ജനാധിപത്യം അവസാന വാക്കാവുന്നത്? ഫുക്കുയാമയുടെ അഭിപ്രായത്തിൽ അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ രണ്ട് ആവശ്യങ്ങളെ ഒരേ സമയം തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, നമുക്കെല്ലാവർക്കും സാമ്പത്തികമായി വളരാനും അതിനുള്ള സ്വാതന്ത്ര്യം വേണമല്ലേ? അതിന് മുതലാളിത്തവും സ്വതന്ത്ര വിപണിയും ആവശ്യമാണ്. രണ്ട്, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് അംഗീകാരം വേണം, സ്വാതന്ത്ര്യം വേണം. അതിന് ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും വേണം. ഈ രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുന്നത് ലിബറൽ ജനാധിപത്യത്തിൽ മാത്രമാണ്. വെറുതെ പറയുകയല്ല, ഇതിന് ചരിത്രപരമായ തെളിവുണ്ടെന്നാണ് ഫുക്കുയാമ വാദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കാലാകാലങ്ങളിൽ ലിബറൽ ഡെമോക്രസിയോട് മത്സരിക്കാൻ വന്ന വമ്പൻ ആശയങ്ങൾക്കെല്ലാം എന്തു സംഭവിച്ചു? പാരമ്പര്യത്തിലൂന്നിയ രാജവാഴ്ച, തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ ഫാസിസം, വർഗസമരത്തിൽ വിശ്വസിച്ച കമ്മ്യൂണിസം, ഇവയെല്ലാം ഒരു കാലത്ത് വലിയ ശക്തികളായിരുന്നു. പക്ഷേ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇവയെല്ലാം ലിബറൽ ഡെമോക്രസിക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ഈയൊരു ചിന്ത ഫുക്കുയാമയ്ക്ക് പെട്ടെന്നൊരു ദിവസം കിട്ടിയതല്ല കേട്ടോ. ഇതിനു പിന്നിൽ വലിയൊരു ഫിലോസഫിക്കൽ ബേസ് ഉണ്ട്. ജർമ്മൻ ചിന്തകനായ ഹെഗലിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഹെഗൽ പറഞ്ഞത്, ചരിത്രം എന്നത് വെറുതെ കുറേ സംഭവങ്ങൾ ഒന്നൊന്നായി നടക്കുന്നതല്ല, മറിച്ച് മനുഷ്യൻ അവന്റെ സ്വാതന്ത്ര്യത്തിനും അംഗീകാരത്തിനും വേണ്ടി നടത്തുന്ന ഒരു യുക്തിസഹമായ യാത്രയാണ് എന്നാണ്. ആ ഒരു ഐഡിയയാണ് ഫുക്കുയാമ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നാം, ആഹാ, എല്ലാം ശുഭം, നമ്മൾ ഏറ്റവും നല്ല സിസ്റ്റത്തിലെത്തിക്കഴിഞ്ഞു അല്ലേ? പക്ഷേ അവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. ഫുക്കുയാമയുടെ പുസ്തകത്തിൽ ശുഭാപ്തി വിശ്വാസം മാത്രമല്ല, വലിയൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഈ ചരിത്രത്തിന്റെ അവസാനത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു അപകടം. ഈ വൈരുദ്ധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വശത്ത് ചരിത്രത്തിന്റെ അവസാനം നമുക്ക് വിജയം, സ്വാതന്ത്ര്യം, പുരോഗതിയൊക്കെ തരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ മറുവശത്ത് അത് അവസാനത്തെ മനുഷ്യൻ അഥവാ ദ ലാസ്റ്റ് മാൻ എന്ന് വിളിക്കുന്ന ഒരാളെ സൃഷ്ടിക്കും. ആരാണയാള്? വലിയ സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ പോരാടാനൊരാശയമോ ഇല്ലാത്തൊരാൾ. സ്വന്തം സുഖത്തിലും സൗകര്യങ്ങളിലും മാത്രം ഒതുങ്ങിക്കൂടുന്ന, ജീവിതത്തിൽ ഒരുതരം വിരസതയും ശൂന്യതയും അനുഭവിക്കുന്ന ഒരാൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചരിത്രം? കഴിഞ്ഞ ലോകത്തെ അപകടങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. വലിയ പോരാട്ടങ്ങളോ വെല്ലുവിളികളോ ഇല്ലാത്തൊരു ലോകത്ത് മനുഷ്യൻ അവന്റെ ധൈര്യവും ക്രിയേറ്റിവിറ്റിയും, എന്തിനധികം ജീവിക്കാനുള്ളൊരു ലക്ഷ്യം തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. സമൂഹം മൊത്തത്തിൽ ഭൗതിക സുഖങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആഴമില്ലാത്ത ഒന്നായി മാറാം. വലിയ ആദർശങ്ങൾക്ക് പകരം ചെറിയ ചെറിയ കംഫർട്ടുകൾക്ക് നമ്മൾ വില കൽപ്പിക്കും. ഈ ആശയം ഫുക്കുയാമ കടമെടുക്കുന്നത് നീച്ചെ എന്ന മറ്റൊരു ചിന്തകനിൽ നിന്നാണ്. ഇതാണ് ആ പുസ്തകത്തിലെ ഏറ്റവും പവർഫുള്ളായ, നമ്മളെ ചിന്തിപ്പിക്കുന്ന ചോദ്യം. ലിബറൽ ഡെമോക്രസി ഒരുപക്ഷെ ഏറ്റവും മികച്ച സിസ്റ്റമായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ മനുഷ്യന്റെ ആത്മാവിന്റെ ആഴത്തിലുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ അതിന് കഴിയുമോ? ഈ ഒരു ചോദ്യം വരുമ്പോഴാണ് ഫുക്കുയാമയുടെ തിയറി ഒറ്റയടിക്ക് ശുഭാപ്തി വിശ്വാസം മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കേ, അപ്പോൾ തിയറി അവിടെ നിൽക്കട്ടെ. നമുക്കിനി റിയാലിറ്റിയിലേക്ക് വരാം. ഈ പുസ്തകമിറങ്ങിയ ശേഷം ലോകത്തെന്തൊക്കെ സംഭവിച്ചു? ചരിത്രം ശരിക്കും അവസാനിച്ചോ, അതോ ഗംഭീരമായി തിരിച്ചുവന്നോ? തീർച്ചയായും ഈ സിദ്ധാന്തം വന്ന കാലം മുതൽക്കേ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഇത് യൂറോപ്പിനെയും അമേരിക്കയും മാത്രം നോക്കിയുണ്ടാക്കിയൊരു തിയറിയാണ്. അതായത് വെസ്റ്റേൺ സെൻട്രിക് ആണ്. ലോകത്തെ മറ്റു സംസ്കാരങ്ങളെ ഇത് അവഗണിക്കുന്നു. പിന്നെ 1990കളിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നുണ്ടായ ഒരു ഓവർ ഓപ്റ്റിമിസമാണിത്. സാമ്പത്തിക അസമത്വം പോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇത് മിണ്ടുന്നില്ല.
ഏറ്റവും പ്രധാനമായി തീവ്രവാദം പോലുള്ള പുതിയ പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങൾ തന്നെ ഈ തിയറിക്ക് വലിയ വെല്ലുവിളിയായി. 2001 9/11 ഭീകരാക്രമണം. ആശയപരമായ യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടില്ലെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കി. പിന്നെ 2008 സാമ്പത്തിക പ്രതിസന്ധി. അത് ലിബറൽ ഡെമോക്രസിയുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്തു. അതിനുശേഷം ലോകത്തിന്റെ പല ഭാഗത്തും പോപ്പുലിസ്റ്റ്, ഏകാധിപത്യ സ്വഭാവമുള്ള നേതാക്കൾ അധികാരത്തിൽ വന്നത് നമ്മൾ കണ്ടു. അപ്പോ ചരിത്രം എവിടെയും പോയിട്ടില്ലെന്ന് വ്യക്തമായില്ലേ? അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത്രയധികം വിമർശനങ്ങളും തിരിച്ചടികളും നേരിട്ട ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ പിന്നെന്തിനെ ഇപ്പോഴും സംസാരിക്കണം? എന്താണിതിന്റെ ഇന്നത്തെ പ്രസക്തി? നമുക്കിതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. ചരിത്രത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യാശാസ്ത്ര യുദ്ധങ്ങളുടെ അവസാനം, ലിബറൽ ഡെമോക്രസിയുടെ വിജയം. അവസാനത്തെ മനുഷ്യൻ, എന്നാൽ പോരാട്ടങ്ങളില്ലാത്ത ലോകത്തെ വിരസനായ പൗരൻ. ലിബറൽ ഡെമോക്രസിയാണ് മനുഷ്യന്റെ രാഷ്ട്രീയ പരിണാമത്തിന്റെ അവസാന വാക്ക് എന്നതാണ് പ്രധാന സന്ദേശം. എന്നാൽ പാശ്ചാത്യ കേന്ദ്രീകൃതവും അമിത ശുഭാപ്തിവിശ്വാസവുമാണ് പ്രധാന വിമർശനങ്ങൾ. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുക്കുയാമ തന്നെ പിന്നീട് തന്റെ വാദങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് ലിബറൽ ഡെമോക്രസി വലിയ ഭീഷണികൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നൊരു കാര്യമുണ്ട്. ശരിയാണ്, ഇതിന് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിലും മികച്ച, ഇതിനൊരു ബദലായി വെക്കാൻ പറ്റിയൊരു സിസ്റ്റം ഇതുവരെ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇവിടെയാണ് ഈ വിഷയം ഇന്നും ജീവസുറ്റതായി നിൽക്കുന്നത്. ഇത് നമ്മളോട് തന്നെ ചില വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ ലിബറൽ ഡെമോക്രസി എന്ന ആശയം ശരിക്കും ലോകത്തിലെ എല്ലാവർക്കും ഒരുപോലെ യോജിച്ചതാണോ? ഇന്നത്തെ ഈ അസമത്വത്തെയും പോപ്പുലിസത്തെയും ഒക്കെ അതിജീവിക്കാൻ അതിന് ശക്തിയുണ്ടോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അംഗീകാരത്തിനും മഹത്വത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ ആ ഒരു അടങ്ങാത്ത ആഗ്രഹം, അത് ശരിക്കും അവസാനിച്ചോ? അവസാനമായി ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. വെറും സമാധാനവും സുഖസൗകര്യങ്ങളും മാത്രം മതിയാകുമോ മനുഷ്യന്റെ ആത്മാവിന് സംതൃപ്തി നൽകാൻ? ഒരുപക്ഷേ ചരിത്രത്തിന്റെ അവസാനം എന്ന ഈ വലിയ ആശയത്തിന്റെ കാതൽ ഈയൊരു ചോദ്യമായിരിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഈയൊരു വിശകലനം നിങ്ങളെ സഹായിച്ചുവെന്ന് വിശ്വസിക്കുന്നു.